സിനിമ ഹിറ്റായതിനു ശേഷം പുതിയ റോളിലേക്ക് ആരെങ്കിലും വിളിച്ചിട്ടുണ്ട്? ധാരാളം കോളുകൾ നടക്കുന്നുണ്ട്, ധാരാളം കോൺവെർസേഷൻസ് നടക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ അതിലൊക്കെ എന്നെ സംബന്ധിച്ച് അതിൽ ഞാൻ എന്തെങ്കിലും ആ എക്സ്പീരിയൻസ് എന്നെ എന്താ പറയാ, അതൊരു എന്നെ കുറച്ചും കൂടെ എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ ചെയ്യൂ. ഫിലിം മേക്കർ ഭദ്രൻ സാർ എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞതിൽ ഞാൻ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പോയിന്റ് ആണ് സാർ പറഞ്ഞത്. സാർ പറഞ്ഞ് പോലീസുകാരനാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിൽ തന്നെയും ഐ തിങ്ക് യു ഷുഡ് ഡു ഇറ്റ്. കാര്യം അതിലും ഒരു വെറൈറ്റി ചെയ്യാൻ പറ്റുമെങ്കിലാണ് അതിലൊരു ഇൻട്രസ്റ്റ് വാല്യൂ ഉണ്ടാവുക. പക്ഷെ അങ്ങനെയൊക്കെ എഴുതി വരുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കണം. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ആംഗിൾ ആയിട്ട് തോന്നി. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ അങ്ങനെ ഇപ്പൊ എടുത്തിടി ഒരു 10-15 സിനിമയിൽ അഭിനയിക്കുന്ന ഒരു മൈൻഡ് ഫ്രെയിമിലല്ല ഞാൻ. എന്നെ സംബന്ധിച്ച് സിനിമ ചെയ്യാം, പക്ഷെ എന്നെ ശരിക്കും വല്ലാണ്ട് എന്നെ രാത്രി ഉറക്കം കളയുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിൽ ഞാൻ ചെയ്യും. പക്ഷെ അതിൻ്റെ അകത്തൊരു റിസ്ക് എലിമെന്റ്, അതായത് റിസ്ക് എന്ന് പറഞ്ഞാൽ ഇത് കൊളമാകാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് കൊളമായ ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ആ ചാൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഈ പറയുന്ന പ്രഷർ ഇല്ല. അത് പ്രേക്ഷകർ തീരുമാനിക്കേണ്ടതാണ്. പക്ഷെ ഇപ്പൊ ഈ കണ്ടുവരുന്ന റിയാക്ഷൻ എന്നെ സംബന്ധിച്ച് ശരിക്കും ഓവർവെൽമിംഗ് ആണ്. കാര്യം ഒരു നെഗറ്റീവ് ക്യാരക്ടറിനെ പ്രേക്ഷകർ നെഞ്ചോട് ചേർക്കുക എന്ന് പറയുന്നത് ഞാൻ എല്ലാ ദിവസവും ഫീൽ ചെയ്യുന്ന കാര്യമാണ്. എനിക്ക് രാത്രി 2:30 മണി വരെ ഷോ കഴിഞ്ഞ് എന്നെ അറിയുന്നതും അറിയാത്തവരും ആൾക്കാർ വിളിക്കുന്നുണ്ട്. അവരുടെയൊക്കെ കോൺവെർസേഷനിൽ വെറുതെ പറയുകയല്ല എന്ന് നമുക്ക് വളരെ പ്രത്യേകിച്ച് ഈ അഭിനന്ദനമാണെങ്കിലും അത് പ്രത്യേകിച്ച് തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും ഈ നമ്മൾ ചെയ്തൊരു വർക്കിന്റെ റിസൾട്ട് അല്ലേ, അത് ഏതൊരു അവാർഡിനെക്കാട്ടിലും വലുതല്ലേ. പൊതുജനം, അതായത് പ്രേക്ഷകർ നമ്മളുടെ അടുത്ത് ഇങ്ങനെ അതിനെപ്പറ്റി സന്തോഷത്തോടു കൂടി അക്സെപ്റ്റ് ചെയ്യാന്ന് പറയുന്ന അത് ഞാനിപ്പോ ഇൻഡൾജ് ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക.